ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ തുടങ്ങിയ ഒരു ജേണിയാണ്. അപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് വരുന്നൊരു ചെറിയ കൊച്ച് ചെറുക്കന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരാളായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഗൂസ് ബംസ് തരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും കൂടെ നിൽക്കുന്നവരൊക്കെ അത് കുറച്ച് പാടാണല്ലോ, അതെങ്ങനെ പറ്റും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചുറ്റിലുള്ള എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അവരെല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് എന്നെ അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡ്രീംസ്. നമ്മൾ ഡ്രീംസ് ഉറപ്പായിട്ട് നമുക്ക് ഡ്രീം എന്ന് പറയുന്ന വാക്കേ അങ്ങനെയാണല്ലോ, നമ്മൾ കുറച്ച് വിചാരിക്കാത്ത ഒരു സംഭവം മനസ്സിലുണ്ടാകുമ്പോഴാണ് അത് ഡ്രീം എന്നെല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉറപ്പായിട്ടും കുറേ സെറ്റ് ബാക്ക്സ് ഉണ്ടാകും, കുറേ ഫെയിലിയേഴ്സ് ഉണ്ടാകും, കുറേ സംശയങ്ങളുണ്ടാകും, കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം ദൈവം സഹിച്ച് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മെമ്മറീസാണ്. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കുറേ സ്ട്രെങ്സ്, കുറേ അവെയർനെസ് എൻ്റെ ശരീരത്തിനെ പറ്റി, എൻ്റെ മനസ്സിനെ പറ്റി, ഞാൻ ചിന്തിക്കുന്ന രീതികളെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ ജേണിയിലൂടെ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായിട്ടും കുറേ നല്ല കോൺട്രിബ്യൂഷൻ എൻ്റെ കൺട്രിക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയും വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഇൻറ്റേർണലി ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് വളർന്നെന്നുള്ളൊരു രീതി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും എൻ്റെ അവസാനത്തെ ദിവസം വരെ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷം.